പലപ്പോഴും ഒരു ഐലൻഡിൽ ജീവിക്കുന്നത് പോലെ എനിക്കൊന്നിനും ആവശ്യമില്ല, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ച മതി, ഹല്ലേലൂയ, എനിക്കെല്ലാം അറിയാം, ഹല്ലേലൂയ എന്നൊക്കെ ചിന്തിച്ച് ഒരു ഐലൻഡിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അനേക ഹൂരുമാരെ, അനേക അഹരോന്മാരെ എന്തുവാണ്, ഹല്ലേലൂയ, എന്നോടും നിന്നോടും ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അങ്ങനെയുള്ള ചില അഹരോന്മാരെയും ഹൂരുമാരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എന്തുവാണ്, ഹല്ലേലൂയ, മറ്റുള്ള പലരും ഉണ്ടായിരുന്നു, അവരെ ആരെയും എന്തുവാണ് മോശ അന്വേഷിച്ചില്ല. മോശ പറഞ്ഞു കാണും ജോഷിയോട് യുദ്ധം ചെയ്യുവാനായിട്ട്, നീ പൊക്കോ ജോഷുവേ. എന്നാൽ അവിടെ അഹരോനും ഹൂറിനെ എന്തുവാണ് മോശ കൈയാട്ടി ഇങ്ങനെ വിളിച്ചു കാണും, വാ നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. ചില ഹൂരന്മാരെ, ചില അഹരോന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം. ഹല്ലേലൂയ, നമ്മോടൊത്ത് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, കരങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ. ഹല്ലേലൂയ, ഇവിടെ മോശയുടെ കരം ഒന്ന് താങ്ങുവാനായിട്ട് എന്തുവാണ് 2 വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ചിലരേക്ക് ഒന്ന് താങ്ങുവാൻ ദൈവജനങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, ചില അത്ഭുതങ്ങളെ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഒന്ന് താങ്ങുവാൻ നീ തയ്യാറാകുമോ? ഹല്ലേലൂയ, ഒരു കുഞ്ഞിനെ ഒന്ന് താങ്ങുവാന്, കഷ്ടപ്പെടുന്ന ഒരു സഹോദരനെ ഒന്ന് താങ്ങുവാന്, ദുഃഖത്തിലായിരിക്കുന്ന ഒരു സഹോദരി ഒന്ന് താങ്ങുവാനായിട്ട്, ഹല്ലേലൂയ, പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തെ ഒന്ന് താങ്ങുവാനായിട്ട്, ഹല്ലേലൂയ, എനിക്ക് നിനക്ക് സാധിക്കുമോ? ഹല്ലേലൂയ, ഊരിനും അഹരോനും അത് സാധിച്ചു. മോശയുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ ഈ ദിവസങ്ങളിലെ ചിലർക്കൊക്കെ ഒരു താങ്ങൽ കൊടുക്കുവാനായിട്ട് ഞാനും നീയും തയ്യാറാകുന്നുവെങ്കിൽ അവർ ജയത്തിൽ പോയി, ഹല്ലേലൂയ, അവർ ജയാളികളാകും. അവർ ജയത്തിന്റെ കൊടികളെ ഉയർത്തുവാൻ ഇടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ മോശ ജയത്തിന്റെ കൊടി ഉയർത്തിയെങ്കിൽ തന്നെയും യഹോവ നിസ്സി എന്ന് പറഞ്ഞ് യാഗപീഠം പണിതു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അതിനകത്ത് ഹൂരിനും അഹരോനും ഒരു പങ്കുണ്ട്. ഹല്ലേലൂയ, യോശുവായ്ക്ക് ഒരു പങ്കുണ്ട്. ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ കർത്താവ് പ്രതിഫലം കൊടുക്കുമ്പോഴേ അവർക്കെല്ലാം വീതിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു അഹരോനും ഒരു ഹൂരും എന്തുവാണ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചതുപോലെ ഈ ദിവസങ്ങൾ എന്തുവാണ് നമുക്ക് ചിലർക്കൊന്ന് കൈത്താങ്ങൽ കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹമേ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സ്വർഗീയ ദർശനം ഏറ്റുകഴിഞ്ഞപ്പോൾ വളരെ എക്സൈറ്റ്മെന്റ് ആണ് തനിക്ക്. കാര്യം ഞാൻ കണ്ടുമുട്ടിയതായ യേശുവിന്റെ ശബ്ദം കേട്ടതായ പൗലോസിന് തന്നെ ഈ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ വലിയ തീഷ്ണതയാണ്. എന്നാൽ ആ തീഷ്ണതയോടെ യെരൂശലേമിൽ കടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തുവാണ് ക്രിസ്ത്യാനികളെ എല്ലാം എന്തുവാണ് ഒന്നൊടുക്കുന്നതായ മനുഷ്യനാണ്, പീഡിപ്പിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം അങ്ങോട്ട് പറയുവാൻ തുടങ്ങിയപ്പോൾ ആരും വലിയ അംഗീകാരം ഒന്നും കൊടുത്തില്ല എന്നാണ് ചരിത്രം നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ പെട്ടെന്ന് എന്തുവാണ് ഒരു ബർന്നബാസിനെ എന്തുവാണ് ഉയർത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസിനെ ഒന്ന് ധൈര്യപ്പെടുത്തുവാനായിട്ട് ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലരെ എഴുന്നേൽപ്പിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ചിലരെ കർത്താവ് പ്രത്യേകാല എഴുന്നേൽപ്പിക്കും. ചിലപ്പോൾ ചിന്തിക്കും, എടാ എന്നെ ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. എന്നാൽ തക്ക സമയത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ നീ വിശ്വസിക്കണം. ആ വ്യക്തിയെ ചിലപ്പോൾ നിന്റെ ഇടയിലേക്ക് അയക്കും, നിന്നെ ചിലപ്പം വിളിക്കും, നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ, ആരുമില്ല എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ബർന്നബാസുകളെയോ ബർന്നബാസന്മാരെയോ അല്ലെ ചില അഹരോന്മാരെയോ അല്ലെങ്കിൽ ഹൂർമാരെയൊക്കെ ദൈവ ഈ ദിവസങ്ങളെ എഴുന്നേൽപ്പിക്കും എന്ന് ദൈവമക്കളെ വിശ്വസിക്കണം. ഇവിടെ ദൈവം തരുന്ന ജയങ്ങൾ എന്താണ് ദൈവനാമ മഹത്വത്തിനായി ഒരു കൊടി പോലെ ഈ ദിവസങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ രോഗത്തിന്മേലെ ജയം തന്ന കർത്താവ്, നമ്മുടെ പാപത്തിന്മേലെ ജയം തന്ന കർത്താവ്, നമ്മുടെ കഷ്ടതയുടെ മേലെ ജയം തന്ന കർത്താവിന് എന്തുവാണ് ദൈവമക്കൾ എപ്പോഴും കൊടി ഉയർത്തിപ്പിടിക്കണം. സൺഡേ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു കൊടിയുമായിട്ട് വരണം. ഹല്ലേലൂയ, എന്നെയും നിന്നെയും വിടുവിച്ച ദൈവത്തിന് ആ കൊടി ഉയർത്തി നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ, ആ കൊടി ഞാനിന്ന് ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ, ലിറ്ററലി നീ ഒരു കൊടി കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നീ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നെ രക്ഷിച്ച, എന്നെ സഹായിച്ച, എന്നെ വിടുവിച്ച, എന്നെ സൗഖ്യമാക്കി ഹല്ലേലൂയ എന്റെ കർത്താവിന് ഇന്ന് വൽക്കാലം ഞാൻ ഒരു കൊടി ഉയർത്തും. അത് ജയത്തിന്റെ കൊടിയാണ്, ജയത്തിന്റെ ഘോഷം. ഹല്ലേലൂയ, നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്നാണ്. അപ്പോൾ ദൈവമക്കളെ, നിന്റെ വീട്ടിലെ ആ കൊടി ഉണ്ടെങ്കിൽ, ആ ശബ്ദം ഉണ്ടെങ്കിൽ സഭയിലോട്ട് കടന്നു വരുമ്പോഴെന്തുമാണ് ആ ശബ്ദത്തിൽ തന്നെ നീ എന്തുവാണ് ഹല്ലേലൂയ ആ ജയത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കണം, അവന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, അവന് സ്തുതി പാടണം. ഹല്ലേലൂയ, എല്ലാ മഹത്വവും പുകഴ്ചയും അവന് കൊടുക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ടതായ ഒരു കർത്താവിനെ അല്ല ഞാനും നീയും സേവിക്കുന്നത്, ജയിച്ചതായ
ഹല്ലേലൂയ, ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവ് നമുക്ക് ജയം തരുമെന്ന് ദൈവമക്കളെ വിശ്വസിക്കുന്നു. കൊലോസ്യലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാല് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ പൗലോസ് കൊലോസിലുള്ളതായ വിശ്വാസികളോട് പറയാണ്, ജയിച്ചവനെ ഹല്ലേലൂയ ജയിച്ച ഒരു കർത്താവിന്, ഇതിന്മേലെല്ലാം എന്താണ് ജയം തന്നതായ ഒരു കർത്താവിനെ വരച്ചു കാട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജയിച്ചവന് മാത്രമേ ഹല്ലേലൂയ നമുക്ക് ജയം തരുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. ഈ ജയിച്ച കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് കർത്താവ് എന്നെ നിന്നെ സഹായിച്ചു നല്ല നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തോറ്റ ഒരു കർത്താവിനെ അല്ല ഞാനും നീ അനുഗമിക്കുന്നത്, തോറ്റ ഒരു കർത്താവിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തോറ്റ ഒരു കർത്താവിന്റെ പിന്നാലെ അല്ല നമ്മളെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ജയിച്ച് ജയാളിയായതായ ആ ക്രൂശിന്മേലെ ഹല്ലേലൂയ അവൻ ജയിച്ചു. ഹല്ലേലൂയ. ആ ജയാളിയായ കർത്താവിനെയാണ് ഞാനും നീയും സേവിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളെ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തില് കൊടി ഉയർത്തും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് പറയാണ്, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്നതായ വിക്ടറികൾ ഒത്തിരിയുണ്ട്, ജയങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതല് എപ്പോഴും കർത്താവ് തരുന്നതായ ജയങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഘോഷിച്ച് ഉല്ലസിക്കുവാനായിട്ട് എനിക്ക് നിനക്കും എന്താണ് ഹല്ലേലൂയ വകകളുണ്ട്. കാര്യം നമുക്ക് ജയം കർത്താവ് തന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തില് കൊടി ഉയർത്തും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നാമത്തിൽ നീ കൊടി ഉയർത്തിയാൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അല്ല, ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ നാമത്തിൽ എന്താണ് നമുക്ക് കൊടികളെ ഉയർത്താം. ദൈവം തരുന്ന ജയം എന്തുവാണ്? ദൈവനാമ മഹത്വത്തിനായി ഒരു കൊടി പോലെ ദൈവമക്കളെ ഈ ദിവസങ്ങളിലെ ഉയർത്തി പിടിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ 60-ാം സങ്കീർത്തനം അതിന്റെ 4-ൽ നമ്മൾ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. 60-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, മറ്റൊരു കൊടിയാണ് ഹല്ലേലൂയ സത്യത്തിന്റെ കൊടി. ഹല്ലേലൂയ. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഹല്ലേലൂയ. 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 അസത്യങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവമക്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സത്യത്തിന്റെ കൊടി ഉയർത്തുന്നവരായിരിക്കണം. നമ്മൾ സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സത്യവാനായ കർത്താവാണ്. ദൈവങ്ങൾക്ക് തന്നിരിക്കുന്നതായ ഒരു കൊടിയാണ് നിന്റെ വർക്ക് പ്ലേസിലെ, നീ ജീവിക്കുന്ന നെയ്ബർഹുഡിലെ, നീ എവിടെ പോയാലും ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ മക്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സത്യത്തിന്റെ കൊടി നീ ഉയർത്തിപ്പിടിക്കണം. ഒട്ടും എന്താണ് മായമില്ലാത്തതായ അസത്യമില്ലാത്തതായ ഒരു കൊടിയാണ് സത്യത്തിന്റെ കൊടി. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും വഴിയും സത്യവും ജീവനും ആകുന്നു. ഈ ദിവസങ്ങളിലെ ആ സത്യത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമക്കളെ ജീവിക്കണം. ഹല്ലേലൂയ. ലോകത്തിൽ എന്തുവാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നതായ ഒരു കൊടിയാണ് സത്യത്തിന്റെ കൊടി. അസത്യങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അസത്യങ്ങളെ. ഹല്ലേലൂയ. ഏത് മീഡിയ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അസത്യം, എവിടെയും അസത്യം എന്തുവാണ് ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ സത്യത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ദൈവവേദനെ ഏത് കാലത്തും എവിടെയും ജീവിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലെ ആ സത്യത്തിന്റെ കൊടി എന്തുവാണ് ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മറ്റൊരു കൊടിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ കൊടിയാണ്. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കാം. അവിടെ സ്നേഹത്തിന്റെ കൊടിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഉത്തമഗീതം കാന്തനും കാന്തയുമായിട്ടുള്ളതായ ഒരു ബന്ധത്തെ എന്തുവാണ് വരച്ചു കാട്ടുന്നതായ മനോഹരമായ ഒരു പുസ്തകമാണ്. ഒരു മണവാളനും മണവാട്ടിയുമുള്ളതായ ബന്ധം, ഒരു കാന്തയും കാന്തനും കാന്തയും ബന്ധത്തെ നമുക്ക് ഉത്തമഗീതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ മണവാളനും മണവാട്ടിയുമുള്ളതായ ബന്ധം, ആ മണവാട്ടിയുടെ മുകളിലെ അല്ലെങ്കിൽ ആ കാന്തയുടെ മുകളിലെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൊടിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ കൊടി. വായിച്ചാട്ട്. സ്നേഹത്തിന്റെ കൊടിയാണ്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി
സ്നേഹമായിരുന്നു. അപ്പോഴേ സത്യത്തിന്റെ കൊടി മാത്രമല്ല ദൈവം ഉയർത്തേണ്ടത്, മറ്റൊരു എനിക്കും നിനക്കും ഉയർത്തുവാൻ കർത്താവ് തന്നിരിക്കുന്നതായ മറ്റൊരു കൊടിയാണ് സ്നേഹത്തിന്റെ കൊടി. നമ്മുടെ ഭവനങ്ങളിൽ എന്തുവാണ്? സ്നേഹത്തിന്റെ കൊടി നമ്മളെ ഉയർത്തണം. ഒരു കാന്തയുടെ മുകളിലെ ആ കാന്തൻ ഹല്ലേലൂയ ആ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിയതുപോലെ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഭർത്താവിന്റെ മുകളിലെ, ഭാര്യയുടെ മുകളിലെ, കുഞ്ഞുങ്ങളുടെ മുകളിലെ ഈ ദിവസങ്ങളിലെ നമുക്ക് കൊടി ഒന്ന് ഉയർത്തിപ്പിടിക്കണം. സ്നേഹത്തിന്റെ കൊടി എന്തുവാണ്? നമ്മുടെ ഭവനങ്ങളിൽ എന്തുവാണ്? പാറണം. സ്നേഹത്തിന്റെ കൊടി നമ്മുടെ ഭവനങ്ങളിലെ എടുത്തു മാറ്റാതെ എന്നും പാറേണ്ടതായ ഒരു കൊടിയാണ് സ്നേഹത്തിന്റെ കൊടി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ ദൈവസ്നേഹത്തിന്റെ ആഴവും ഉയരവും നീളവും വീതിയും എന്തുവാണ്? ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലെ ആ കൊടി ഒന്ന് ഉയർത്തപ്പെടുന്നുവെങ്കിൽ ആ കുടുംബങ്ങളിൽ വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതായ ഒരിടമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ആ കുടുംബത്തിലെ ഇമ്പം ഉണ്ടാകണമെങ്കിൽ എന്തുവാണ്? സ്നേഹത്തിന്റെ കൊടി എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. സ്നേഹത്തിന്റെ കൊടി താഴ്ത്തുവാൻ നോക്കുന്നതായ ഒരു ശത്രുവുണ്ട്. അതിന്മേൽ എന്തുവാണ്? ദൈവത്തിന്റെ മക്കളെ ജയം എടുക്കണം. ഹല്ലേലൂയ. അവൻ എന്തുവാണ്? ആ സ്നേഹത്തിന്റെ കൊടി മാറ്റുവാൻ നോക്കുമ്പോൾ എന്തുവാണ്? അതിനെ അവിടെ തന്നെ നീ തറച്ച് വെക്കണം. അല്ല, ഞങ്ങള് സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ സ്നേഹിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ അകവഴിഞ്ഞ് സ്നേഹിക്കും. ഹല്ലേലൂയ. ഒരു കാന്തൻ ആ കാന്തിയുടെ മുകളില് ഉയർത്തിപ്പിടിച്ച കൊടി പോലെ ഈ ദിവസങ്ങൾ എന്തുവാണ്? മാതാപിതാക്കൾ എന്തുവാണ്? മക്കളുടെ മുകളിലെ ആ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കണം. ആ സ്നേഹത്തിന്റെ കൊടി നിന്റെ മക്കളുടെ മുകളിലെ നീ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അവിടെ പ്രശ്നമില്ല. ആ സ്നേഹത്തിന്റെ കൊടി നിന്റെ ഭാര്യയുടെ മുകളിൽ നീ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അവിടെ പ്രശ്നമില്ല. ആ സ്നേഹത്തിന്റെ കൊടി അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ മുകളിൽ നീ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. ഈ ദിവസങ്ങൾ കർത്താവ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ അറിയും. ഹല്ലേലൂയ. നിങ്ങൾ പോയി എന്തുവാണ്? വലിയൊരു പ്രസംഗം ചെയ്താൽ എന്റെ ശിഷ്യന്മാരെ അറിയുമെന്നല്ല യേശു പറഞ്ഞത്. യേശു പഠിപ്പിച്ചത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്റെ ശിഷ്യന്മാരെന്ന് അറിയും. ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ. ആ കൊടി നമ്മളെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അതൊരു ചിഹ്നമാണ്. ഞാനും നീയും യേശുവിന്റെ ശിഷ്യനാണ്. ഈ ദിവസങ്ങളിലെ ആ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുവാന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ കൊടി നമുക്ക് വീണ്ടും ഉയർത്തി. ഉത്തമഗീതം 6:4 നമുക്ക് വീണ്ടും ഒരു കൊടി ആ സ്നേഹത്തിന്റെ കൊടിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണും. ഒന്ന് വായിച്ചാട്ടെ, അതൊന്ന് വായിച്ചാൽ 6:4. എന്റെ പ്രിയെ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരൂശലേം പോലെ മനോഹര, കൊടിയോടുള്ള കൂടിയ സൈന്യം പോലെ ഭയങ്കര. അരുണോദയ 10 വാക്യം വായിച്ചു. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. അപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഒരു സൈന്യം പോലെ ആണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നതായ ഹല്ലേലൂയ ഒരു കൊടിയുണ്ട്. ഹല്ലേലൂയ. ആ കൊടിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഒരു സൈന്യം പോലെ ആണ് എന്ന് ദൈവത്തിന്റെ വചനം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിലെ സഭ ജയിക്കണം. ഹല്ലേലൂയ. കാര്യം നമുക്ക് മുകളിൽ ഉയർത്തുന്നതായ ഒരു കൊടിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? സഭയുടെ മുകളിൽ കർത്താവ് ഉയർത്തുന്നതായ ഒരു കൊടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിനക്കും ജയമുണ്ട്. ഈ സഭയെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ അതിനെ ജയിക്കുക ഇല്ല എന്ന് യേശു പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ആ ജയാളിയായ കർത്താവ് സഭയ്ക്ക് മീതെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൊടിയുണ്ട്. അത് ജയത്തിന്റെ കൊടിയാണ്. നമുക്ക് മീതെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൊടിയുണ്ട്. ആ കൊടിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എനിക്ക് വലിയൊരു അനുഭവമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരനായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി SBC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസെക്കിയേൽ ജോഷുവ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തന് അവിടെ കടന്നു വന്ന് ഞങ്ങളുടെ ചാപ്പലിൽ സംസാരിപ്പിടയായിത്തീർന്നു. ഇന്നും ആ ദൈവഭക്തന് ജീവിച്ചിരിപ്പുണ്ട്. ഡൽഹിയിൽ അദ്ദേഹം കർത്താവിനെ സേവിക്കുന്നു. വളരെ പ്രായം ചെന്നു. എന്നാൽ ഞാൻ വളരെ ആത്മാർത്ഥമായി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ പറഞ്ഞത് അത്രമാത്രം അദ്ദേഹം നേപ്പാളിനെ കുറിച്ച് വലിയ ചലഞ്ച് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് എസെക്കിയേൽ ജോഷുവ അങ്കിളെ എനിക്ക് അവിടെ പോകണം താല്പര്യമുണ്ട്. അപ്പോൾ എന്നോട് പറയാണ്, മക്കളെ നീ എവിടെന്നാ എന്തൊക്കെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ അയക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹമേ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അന്നത്തെ സൂപ്രണ്ടായ ഡെലിബി ഛത്രിയെ
ഫോൺ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജോയ് പുനസ് എന്ന് പറയുന്നതായ ഒരു പയ്യന് അവിടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവന് UP-യിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിക്ടർ ജോഷുവ എന്നും പറഞ്ഞ് വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ ചില ദിവസങ്ങൾ താമസിച്ച് ഞാൻ കാഠ്മണ്ഡുവിന് യാത്ര ചെയ്ത് അവിടെ കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അസംബ്ലീസ് കോഡുകാർക്ക് അവിടെ ട്രാക്റ്റ് ഉണ്ട്, ബുക്കലെറ്റ് ഉണ്ട്. എന്നാൽ ഈ ഫിലിം ഷോ നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അന്ന് ഈ ഒരു ഫിലിം യേശു മസിക ചരിത്രം അല്ലെങ്കിൽ ദയാസാഗർ എന്ന് പറയുന്ന ഫിലിം ഇറങ്ങിയതായ സമയമാണ്. അപ്പോഴേ അവർക്കൊരു ഫിലിം കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിമും കൊണ്ട് പല സ്ഥലങ്ങളിൽ കടന്നു പോകണം. അപ്പം ദിലീപ് ഒരു സെറ്റ് ആളുകളെ, ഒരു മുക്കുന്ത്, ഒരു പ്രധാന്, ഒരു നാരായൺ, ഇവർ 2-3 പേര് രണ്ടും കൂടെ. അപ്പോൾ എനിക്കൊട്ടും ഭാഷ അറിയത്തില്ല. ഇവരുടെ കൂടെ ഞാൻ കടന്നു പോവുക. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർ പറയുന്നതനുസരിച്ച്, നേപ്പാളീസ് പറയുന്നതനുസരിച്ച് വണ്ടിയെ കയറ്റുക, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഒരുപാടുള്ള സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഫിലിമുമായിട്ടൊരു ഗ്രാമത്തിൽ കടന്നു നിന്ന് ഫിലിം ഷോ എല്ലാം കൂടെ സെറ്റ് ചെയ്തു. ഈ ഫിലിം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആളുകൾ വരാനായിട്ട്. ആളുകൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഒരു വലിയ കൂട്ടം എന്തുവാണ് ഈ ഫിലിം കാണുവാനായിട്ട് കടന്നു. പെട്ടെന്ന് എന്തുവാണ് ഹല്ലേലൂയ, ഒരു കൂട്ടം ആളുകൾ കടന്നു വന്ന് ഇവിടെ ഇത് കാണിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് വാക്ക് തർക്കമായി. ഈ വാക്ക് തർക്കം കൂടിയപ്പോഴേ എനിക്കങ്ങ് പേടി, എന്തോ ആകാൻ പോവുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു പേടിയും ഭയമെല്ലാം കടന്നു വന്നു. അപ്പോഴേ ഞാൻ ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. എന്തോലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവർ കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഭാഷ അറിയത്തില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവേ ഒരു വാക്ക് തന്നു. ആ വാക്കിതായിരുന്നു, കർത്താവ് ജയം തരും. പ്രിയമുള്ളവരെ, ഞാൻ ആത്മാർത്ഥമായിട്ടെന്ന് പറയാണ്, അന്ന് ഹല്ലേലൂയ ആ രാത്രികാലം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയാം, കർത്താവ് ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങൾക്ക് ജയം തരണമേ എന്ന് ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നില്ല, വലിയ ശബ്ദത്തിൽ ആരോടും പറയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുവാൻ തുടങ്ങി. എന്നാൽ അല്പനേരം നടന്നു കഴിഞ്ഞപ്പോഴേ ഈ ഫിലിം ഓപ്പറേറ്റ് ചെയ്യുന്ന മുക്കുന്തിനോട് ഞാൻ കടന്നു പറഞ്ഞു, വി വിൽ വിൻ. അപ്പോൾ എനിക്ക് നേപ്പാളി പറയാൻ സാധ്യത, അവൻ ഇംഗ്ലീഷ് അറിയാവുന്ന പറഞ്ഞു വി വിൽ വിൻ എന്ന് വിളിച്ചു പറയാൻ ഇടയായിത്തീർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അല്പനേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ റാഡിക്കൽസ് അവിടെ നിൽക്കുകയാണ്, ഉപദ്രവിക്കുവാനായിട്ട് വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ ശാന്തമായി. അപ്പോൾ ഒരാള് പറഞ്ഞു, ഈ ഫിലിം എന്ന് പറയുന്നത് ഇതൊരു മൂവിയാണ്, ഇതെന്തുവാണ് ഇതൊരു സിനിമയാണ് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു. അന്നാ നിന്റെ സിനിമ ഒന്ന് കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവർ ഞങ്ങൾക്ക് അങ്ങ് അനുവാദം തന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഉപദ്രവിക്കാൻ വന്നവരെ അവിടെ നിന്ന് ഈ ഫിലിം മുഴുവൻ കാണുവാനിടയായി തീർന്നു. അതിനുശേഷം നാരായൺ എന്തുവാണ് ഒരു ഓൾട്ടർ കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴേ അനേകർ കടന്നു വന്ന് കർത്താവിന് രക്ഷിതമായി സ്വീകരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ, ചില പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ, ചില ബുദ്ധിമുട്ടുകൾ കടന്നു പോകുമ്പോഴേ, ഈ ദിവസങ്ങൾ വലിയ ചലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് പറയാം, ഞാൻ ജയാളിയായ കർത്താവിനെയാണ് സേവിക്കുന്നത്. ജയം കർത്താവ് എനിക്ക് തരും. ജയത്തിന്റെ കൊടി ഞാൻ ഉയർത്തുവന്ന് നീ പറഞ്ഞുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് നീ വിളിച്ചു പറയുന്നുവെങ്കിൽ നിന്നെ ജയത്തിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ട്.